നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ അപകട ദൃശ്യങ്ങൾ ഗുരുവായൂർ പൊന്നാനി റോഡിൽ കുമ്മിപ്പാലത്തിനടുത്ത് നടന്നതാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഈ അപകടം നടന്നത്. ഈ അപകടത്തിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ ഈ മെറ്റിലിട്ട് താൽക്കാലികമായിട്ട് ഇത് അടച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഇവിടുത്തെ ഈ ഒരു വലിയ കുഴിയിൽ വീണ് അപകടമുണ്ടായത്. ഈ സമീപത്ത് തന്നെ ഉള്ളവരൊക്കെ ചേരുന്നുണ്ട്. ഇത് സ്ഥിരം ഒരു അപകട മേഖലയാണ്. അത് സ്ഥിരമായിട്ടൊരു അപകട മേഖലയാണ്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു 5-6 ആക്സിഡൻ്റ് ഇപ്പോൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ആക്സിഡൻറ്റ് വളരെ സിവിയറായിട്ട് ആക്സിഡൻ്റായിട്ട് ബ്ലഡൊക്കെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്ത കേസുകളാണ്. അങ്ങനെയുള്ള ആക്സിഡൻറ്റ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഴിയിൽ വീഴുക അത് രാത്രി വരുന്നവരാണ് കൂടുതലുണ്ടാകുന്നത്. അവർക്ക് ഇത് സ്ഥലം അറിയാത്തവരും മഴവെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ആ മഴവെള്ളത്തിൽ ബൈക്ക് കെട്ടിയിട്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് കല്ലും മണ്ണും കൊടുന്ന് ഇടും, അത് അടുത്ത മഴക്ക് വലിച്ചു പോവും. ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവസാനിപ്പിച്ചിരുന്നതിൻ്റെ ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമേ ഈ ആക്സിഡൻറ്റുകൾക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഒരുപാട് കുഴികളാണ് ഈ റോഡിലൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. ആ കടയുടെ ഉടമ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് വീണിട്ടുണ്ട്. ഞാനിത് ദിവസം കാണുന്നതാണ്. മഴ വന്നാൽ ഈ വെള്ളം മൂടി നിൽക്കും. അപ്പോൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്കറിയില്ലല്ലോ കുഴി ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ വീഴ്ച തന്നെ ഉറപ്പാണ്. പല പ്രാവശ്യം വീണിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2 ദിവസം മുമ്പാണ് ഒരു മേജർ ആക്സിഡൻറ്റ്. ആളെ തലയുടെ ബാക്കിലൊക്കെ പൊട്ടിയിട്ട് നമ്മളെ കടയുടെ മുമ്പിൽ വന്നിട്ട് ഇരുന്നിട്ട് ബ്ലഡൊക്കെ കെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിലായിരുന്നു. അത് കണ്ടിട്ട് വേറൊരാൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കുഴിയിൽ, ഇത് അടുത്ത കുഴിയാണ്, അതിലും വന്നിട്ട് വീണ്. ഇത് ദിവസം തന്നെയാണ് പരിപാടി. വെള്ളം നിറഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല. അത് സാധാരണ പരിചയമുള്ളവർക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ട് പോകും. ഇതെന്ന് പറഞ്ഞാൽ ഹൈവേയിൽ പരിചയമില്ലാത്തവരും എല്ലാവരും വരുന്ന ഒരു വഴിയല്ലേ. അപ്പോൾ അതാണ്. മിനിസ്റ്ററോട് എന്താ പറയാനുള്ളത്? ഞാനും ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ്. ഇതൊന്നും ഒരു പതിവ് തന്നെയാണ്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലും ഈ കുഴിയാണെന്നും ആരും കാണില്ല. ഇത് ഇവിടെ നിന്ന് മാത്രമല്ല, ഈ റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പനമ്പാട് ഒരു യുവാവ് കുഴിയിൽ വീണിട്ട്, അതായത് പൈപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ കുഴിയിൽ വീണിട്ട് അത് കാരണമായി ഒരുപാട് വലിയ പരിക്കൊക്കെ പറ്റിയ ആൾ ഐസിയുലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ദിവസം കാണാൻ പറ്റുന്ന കാര്യമാണ് പനമ്പാട് ടു മുക്കാല ആ ഭാഗങ്ങളിലൊക്കെ ദിവസം ലോറി താഴുന്നത്. സൈഡിൽ ഇതിന് മാന്തിയിട്ടുള്ള പൈപ്പിന് മാന്തിയിട്ടുള്ളതിൽ ദിവസം എന്ന് പറഞ്ഞ പോലെ ലോറി അവിടെ താഴ്ന്നൊരു സംഭവങ്ങൾ നമുക്ക് കാണണം. എന്തായാലും ഇതിനൊക്കെ അധികൃതർ നല്ല രീതിയിൽ വന്നെങ്കിൽ തന്നെ ഇതൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ മഴക്കാല ജനങ്ങളുടെ ദുരിതമാണിത്. എന്തായാലും ഇനി അടുത്ത മഴയ്ക്ക് എന്തായാലും ഈ ഇട്ടിരിക്കുന്ന ഇതെല്ലാം ഒലിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇളകി കിടക്കുകയാണ്. അടുത്ത നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ഇളകിപ്പോവും. താൽക്കാലികമായിട്ട് കോൺക്രീറ്റ് ചെയ്താണ്. ഈ കോൺക്രീറ്റ് എല്ലാം ഇളകി പോകുന്നുണ്ട്. ഇതിനകത്ത് സിമെൻ്റ് ഒന്നും ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് കണ്ടില്ലേ, ഇളകി പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം അടിയന്തരമായിട്ട് ഇത് റീടാർ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു ഭാഗം റീടാർ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. PWD മിനിസ്റ്റർ ഇത് കാണണം. കണ്ടിട്ട് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും അപകടമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലപ്പുറത്ത് നിന്നും ടി. അഭിഷേകറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.